ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്തുകൊണ്ട് ആൾക്കാർക്ക് തെറ്റുന്നു എന്നതിനെ കുറിച്ചൊരു ക്ലാരിറ്റി തരാം. കാരണം മലയാളത്തിൻ്റെ പ്രശ്നമാണ് ശരിക്കും അത്. കാരണം നമ്മൾ മലയാളം പഠിച്ചപ്പം നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, മലയാളത്തിന് ഞാൻ പഠിക്കാറുണ്ട്, അവളും പഠിക്കാറുണ്ട്, ഞങ്ങൾ പഠിക്കാറുണ്ട്. അപ്പോൾ എന്ത് പറഞ്ഞാലും നമ്മൾ ഹാബിച്വലായിട്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ പഠിക്കാറുണ്ടെന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ അവൾ പഠിക്കാറുണ്ട്, ഞങ്ങൾ പഠിക്കാറുണ്ട്, എല്ലാവരും പഠിക്കാറുണ്ട്, അങ്ങനെ ആരെ വെച്ചോളണം പറയാം, ആളുകൾ അല്ലെങ്കിൽ സ്റ്റുഡൻസ് പഠിക്കാറുണ്ട്. അപ്പോൾ അത് പ്രകാരം നമ്മൾ ഈ മലയാളത്തിന് ഈ പഠിക്കാറുണ്ടിന് മാറ്റമില്ല. ഈ സബ്ജക്റ്റ് ചെയ്ത് വന്നില്ല. ഇപ്പോൾ ഞാനായാലും ഞങ്ങളാണെങ്കിലും അവരാണെങ്കിലും അവനായാലും അവളാണെങ്കിലും സിംഗിൾ പ്ലൂറൽ ഡിഫറൻസ് അവിടെ ഇല്ല. കാരണം ഏത് ചോദിച്ചാലും നമ്മൾ, കാരണം അത് വളരെ ക്ലിയർ ആയിട്ട് നമ്മളാ പഠിക്കാറുണ്ട് പറയും. കാരണം പെട്ടെന്ന് ഒരാൾ ചോദിക്കുവാണ്, കാരണം സ്റ്റഡി എന്നായിരിക്കും അവന് മനസ്സിലാവും, ആകെ അറിയാമെന്ന്. കാരണം വേറൊരു കൺഫ്യൂഷൻ ഇല്ല. അപ്പോൾ സ്റ്റഡി പഠിക്കാറുണ്ടാന്ന് പൊതുവെ എല്ലാ മലയാളികൾക്കും അറിയാം. അപ്പം ഞാൻ പഠിക്കാറുണ്ടെന്ന് കേൾക്കുമ്പോഴത്തേന് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ സ്റ്റഡി, പ്രശ്നമില്ല, ഹാബിച്വൽ ആക്ഷനാണ്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട വെർബിൻ്റെ ഫോമാണ്. അപ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് മുമ്പ് ഞാൻ പഠിക്കാറുണ്ട്, ഐ സ്റ്റഡി. ഇനി അവൾ പഠിക്കാറുണ്ട്, മലയാളത്തിന് മാറ്റം വന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെ തെറ്റിക്കാതിരിക്കും? നമ്മൾ എന്ത് ചെയ്യും? ഷീ വരുമ്പോൾ നമ്മൾ ഷീ സ്റ്റഡി എന്ന് പറയും. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ അതാണ് തെറ്റുന്നതിൻ്റെ കാരണം. ഇനിയിപ്പോൾ അവർ വന്നാലും അവർ പഠിക്കാറുണ്ടെന്നാണ്. അപ്പോൾ ദേ ഇംഗ്ലീഷ് പ്രകാരം അത് ട്രാൻസ്ലേറ്റീവ് ആണെങ്കിൽ ദേ സ്റ്റഡി. ഇനിയും ഞങ്ങൾ പഠിക്കാറുണ്ട്, അവർ പഠിക്കാറുണ്ട്, ഇനി അവൻ പഠിക്കാറുണ്ട്, ഹീ. ഞാൻ പഠിക്കാറുണ്ട് സ്റ്റഡി ആണല്ലോ, പിന്നെ ഹീ വന്നാലും നമ്മൾ എന്ത് ചെയ്യും? ഹീ സ്റ്റഡി എന്ന് പറയും. അതാണ് നമ്മൾ തെറ്റുന്നതിൻ്റെ മിക്ക കാരണം. അപ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ട അതാണ്. കാരണം മലയാളം നമുക്ക് തെറ്റില്ലായിരുന്നു. കാരണം എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായ കാര്യം, നിങ്ങൾക്ക് ഒരിക്കലും നമുക്ക് മലയാളം ഒരിക്കലും ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ തെറ്റില്ലായിരുന്നു. ബട്ട് മലയാളത്തിന് കുറച്ച് വ്യത്യാസം വരുത്തണമായിരുന്നു. അതായത് ഞാൻ പഠിക്കാറുണ്ടെന്നും അവള് പഠിക്കാറുണ്ട്സ് എന്നുമായിരുന്നെങ്കിൽ നമ്മൾ ആ ഡിഫറൻസ് ഇംഗ്ലീഷ് നമുക്ക് തെറ്റത്തില്ലായിരുന്നു. ശരിയല്ലേ? ഞാൻ പഠിക്കാറുണ്ട്, അവള് പഠിക്കാറുണ്ട്സ് എന്ന് മലയാളം പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് തെറ്റാതെ ചിലപ്പോൾ പോയേനെ. കാരണം അതെന്താണ്, എങ്ങനെ അവൾ പഠിക്കാറുണ്ട്സ് എന്ന് ഞാൻ പറയാനുള്ള കാര്യങ്ങളെക്കുറിച്ച് അതിന് പറയാനുള്ളത്. കാരണം ഇംഗ്ലീഷിന് ഞാൻ പഠിക്കാറുണ്ട് വരുമ്പോൾ ഒരു സെൻറ്റൻസും അവൾ പഠിക്കാറുണ്ട് എന്ന് പറയുമ്പം അതിന് സെൻറ്റൻസ് ആ സെയിം സെൻറ്റൻസ് അല്ല, അവർ വേറെ സെൻറ്റൻസ് മേക്കാണ്. ആ സ്ട്രക്ചർ വേറെയാണ്. അപ്പം നമ്മൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ ഒരു കൺഫ്യൂഷൻ ഞാനിന്ന് ക്ലിയർ ചെയ്യാൻ പോവാം. അപ്പം ഓർത്തോണം, അവൾ പഠിക്കാറുണ്ട്, ഞാൻ പഠിക്കാറുണ്ട് തമ്മിൽ വ്യത്യാസം, ഇംഗ്ലീഷിൽ വ്യത്യാസമുണ്ട്. സെയിം പഠിക്കാറുണ്ട് പോലെ അല്ല. അവർക്ക് പഠിക്കാറുണ്ട് എന്ന് പറയുമ്പോഴത്തേന് ശരിക്കും രണ്ട് ഇംഗ്ലീഷ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതിലേക്ക് നമുക്ക് പോകാം. ഡീറ്റെയിൽ ആണ്. പഠിക്കാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇംഗ്ലീഷിന് ഒരു മലയാളം നമുക്ക് മിക്കപ്പോഴും നമുക്കൊരു ലാംഗ്വേജിനെ സംബന്ധിച്ചിട്ട് ഞാനിപ്പോൾ പഠിച്ചു എന്ന് പറയുമ്പോൾ ഡിഡിൻ്റെ ക്ലാസ് ഇതിന് മുമ്പത്തെ എൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ഞാൻ പഠിച്ചു എന്നാണെങ്കിൽ നമ്മൾ ഐ സ്റ്റഡിയുടെ അവിടെ വേറെ മാറ്റങ്ങളൊന്നുമില്ല, പ്രശ്നങ്ങളില്ല. അതാ ഒരു മലയാളത്തിന് സ്റ്റഡിയുടെ തന്നെ. ബട്ട് ഇംഗ്ലീഷിന് ഈ ഡു ഡസ് കാറ്റഗറിക്ക് പഠിക്കാറുണ്ട് എന്ന് മലയാളത്തിന് രണ്ട് സെൻറ്റൻസ് അല്ലെങ്കിൽ രണ്ട് വേർഡ് വരും. സെൻറ്റൻസ് അല്ല, രണ്ട് വേർഡ് വരും. അപ്പോൾ അത് ഏതൊക്കെയാണ് നമ്മളിത് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ മുമ്പായിട്ട് നമ്മൾ വെർബ് ഫോംസിലേക്ക് കൂടി പോവാം. അപ്പോൾ നമുക്കറിയാം വെർബിന് എത്ര ഫോംസ് ഉണ്ട്? V1, V1S, V2. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം 5 ഫോംസ് വെർബിനുണ്ട്. നിങ്ങൾക്കറിയാം, എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ V1, V1S, V2, V3, ING ഫോം. അതിൻ്റെ അത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകും. നമ്മൾ V2 ഓൾറെഡി ഡിസ്കസ് ചെയ്തു. കഴിഞ്ഞ ക്ലാസ് V2നെ കുറിച്ചായിരുന്നു. അത് ഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് V1 ഉം V1Sനെ കുറിച്ചാണ്. അപ്പോൾ V1ൻ്റെ അകത്ത് എന്ത്, V1S എന്ത്? അപ്പം വെർബ് ഫോംസ് V1 ഉം V1S നിങ്ങൾക്ക് ഇവിടെ കാണാം, ഫ്രണ്ടിൽ കാണാൻ പറ്റും. അപ്പം അതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഇതിന് രണ്ടിൻ്റെയും മലയാളം ഒന്നാണ്. ബട്ട് ഇതിൻ്റെ ഇംഗ്ലീഷ് പ്രകാരം നമ്മൾ മാറ്റുമ്പം അത് രണ്ടായിട്ട് വരും. അതായത് ഇപ്പം ഞാൻ പഠിക്കാറുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതിന് ശരിക്കും രണ്ട് വേർഡുണ്ട്. സ്റ്റഡി എന്നുമുണ്ട്, സ്റ്റഡീസ് എന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ സ്റ്റഡീസോ? അപ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആകില്ലേ? അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ ആകില്ല. അവർ വളരെ ക്ലിയർ ആക്കി പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇങ്ങനെ, സിംഗുലർ വന്നാൽ അല്ലെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാറുള്ള കാര്യങ്ങൾ ഈ മലയാളം നിങ്ങൾ ഓർത്താൽ മതി. ഞാൻ ചെയ്യാറുണ്ട്, പഠിക്കാറുണ്ട്, പോകാറുണ്ട്, വിളിക്കാറുണ്ട്, കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒരു മലയാളം നമ്മൾ പറയുകയാണെങ്കിൽ ഇച്ചിരി വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റുണ്ട് നിങ്ങൾ ഓർത്താൽ മതി. മലയാളത്തിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട് അല്ലേ? അപ്പം എല്ലാ ദിവസവും ചെയ്യാറുണ്ട്, പഠിക്കാറുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഈ ഡൂണ്ടസ് ഉപയോഗിക്കുന്നത്. അതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. ഇത് മലയാളത്തിന് ഈ ഡൂണ്ടസ് ഉപയോഗിക്കണം. അതിനെക്കുറിച്ചാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ പോകുമ്പം നമുക്ക് ഫസ്റ്റ് പോകേണ്ടത് ഏതിന് ഡു, ഏതിന് ഡസ്. അപ്പം പഠിക്കാറുണ്ട് എന്ന മലയാളത്തിന് രണ്ട് വേർഡാന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? സ്റ്റഡിയും ഉണ്ട്, സ്റ്റഡീസും ഉണ്ട്. ബട്ട് ഇത് എവിടെ ഉപയോഗിക്കേണ്ടത്? ഈ സ്റ്റഡി എവിടെ വന്നാലാണ് കറക്റ്റ് ആകുന്നത്, അല്ലെങ്കിൽ സ്റ്റഡീസ് എന്ന് പറയുന്ന എവിടെ വന്നാലും കറക്റ്റ് ആകുന്നത്? അതാണ് നമ്മുടെ കൺഫ്യൂഷൻ. ആ കൺഫ്യൂഷനാണ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഡൂവും ഡസ്സും ഡിഡും ഒക്കെ ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ഒരുപാട് പഠിച്ചതാണ് നമ്മൾ. ബട്ട് എങ്കിലും പിന്നെയും തെറ്റും. അപ്പോൾ എത്ര പഠിച്ചാലും അത് പിന്നെയും തെറ്റിക്കൊണ്ടിരിക്കും. അതിനുള്ള കാരണം ഇതൊക്കെയാണ്.
അപ്പം നമുക്ക് കറക്റ്റായിട്ട് പോകാം. അങ്ങനെയാണെങ്കിൽ ഐ വന്നാൽ നിങ്ങൾ ഓർത്തോണം, നമ്മൾ വ്യത്യാസം ഇത്ര മാത്രമേ ഉള്ളൂ. സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സിംഗുലർ സബ്ജക്റ്റും ഉണ്ട്, പ്ലൂറൽ സബ്ജക്റ്റും ഉണ്ട്. നിങ്ങൾക്കറിയാം സിംഗുലർ സബ്ജക്റ്റും പ്ലൂറൽ സബ്ജക്റ്റ്. അപ്പോൾ ഞാനിവിടെ രണ്ടും കൊടുക്കുന്നുണ്ട്, സിംഗുലർ സബ്ജക്റ്റും പ്ലൂറൽ സബ്ജക്റ്റും കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് സിംഗുലർ സബ്ജക്റ്റും പ്ലൂറൽ സബ്ജക്റ്റും അറിയാത്തവർക്ക് അതിപ്പം ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അത് നിങ്ങൾക്ക് ഷോ ചെയ്യുന്നുണ്ട്, അത് കാണാം. അപ്പോൾ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ ഡിഫറൻസ്, പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോൾ ഡിഫറൻസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ആദ്യം സിംഗുലർ സബ്ജക്റ്റ് ഏതൊക്കെയാണെന്ന് അറിയാം. ഈ ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ വളരെ ബേസിക് ലെവലിലാണ് ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് അങ്ങനെ പോകുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സിംഗുലർ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം എവ്രിബഡി, സംബഡി, എനിബഡി, നോബഡി, അതുപോലെ ഹീ, ഷീ, ഇറ്റ് സിംഗുലർ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ ആണ് പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറയും ഐ. അപ്പോൾ നമുക്ക് ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ട്, ഐ പ്ലൂറലാണോ? ഐ പ്ലൂറലാണ്. ഐ പ്ലൂറലാണെന്ന് വെച്ചാൽ ഞാനെന്ന് പറയുമ്പോൾ ഒരാളാണ്, ബട്ട് ഐ അവർ പറയുന്നത് പ്ലൂറലായിട്ട് കൺസിഡർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഐ നമുക്ക് എന്താണ് എടുക്കാം? പ്ലൂറലായിട്ട് എടുക്കാം. ഓക്കെ, സോ ഐ, യു, വി, ദേ ഇത് നമുക്ക് എന്താ പ്ലൂറലാണ്. ഹീ, ഷീ, ഇറ്റ്, എവ്രിബഡി, സംബഡി അങ്ങനെ കുറേ സിംഗുലർ സബ്ജക്ട്സ് ഉണ്ട്. അത് ഞാനുള്ള ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ കുറച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, അപ്പോൾ മലയാളം നമ്മൾ പറയാൻ പോവാം. ഞാൻ പഠിക്കാറുണ്ട് എന്നാണെങ്കിൽ നമ്മൾ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വയ്ക്കുമ്പം നിങ്ങൾ ഓർക്കേണ്ടത് അത് പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ, അത് ഐ എന്ന കാറ്റഗറി ആണെങ്കിൽ അവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് സ്റ്റഡി എന്ന് വേണം പറയാൻ. ഐ സ്റ്റഡി. ഇനിയിപ്പം പ്ലൂറലാണെങ്കിൽ, സിംഗുലർ ആണെങ്കിൽ നിങ്ങൾ ഓർത്തോണം ഇവിടെ ഹീ എന്നാണെങ്കിൽ അവനും പഠിക്കാറുണ്ടെന്ന് തന്നെ ഞാൻ പറയുന്നത്. ബട്ട് ഹീ വരുമ്പം പഠിക്കാറുണ്ടെന്ന് പറയുമ്പോഴത്തേന് ഹീ സബ്ജക്റ്റ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും സ്റ്റഡി എന്ന് പറയുന്നത് തെറ്റാണ്. നിങ്ങൾ ഒരിക്കലും ശ്രദ്ധിക്കണം. ഐ സ്റ്റഡിയാണ്, ശരിയല്ലേ? ഐ ഉണ്ട്, അത് സ്റ്റഡിയാണ്. ബട്ട് ഹീ വരുമ്പം അത് സ്റ്റഡി ആകില്ല. അതെന്താണ്? ഹീ വരുമ്പോൾ നിങ്ങൾ ഓർത്തോണം അത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് എന്തായിട്ട് മാറും? അത് സ്റ്റഡീസ് ആകും. അത് നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഇതാണ് ഡിഫറൻസ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾക്ക് ശരിക്കും ഒരു ചേഞ്ച് തന്നെ വരും. അപ്പം നമുക്ക് വേർബിൻ്റെ ഫോം പറയുകയാണെങ്കിൽ നിങ്ങൾ ഓർത്തോണം, എൻ്റെ ക്ലാസ് കാണുന്നവർക്ക് മനസ്സിലാവും. V1 എന്ന് പറഞ്ഞാലാണ് അത് ബേസ് ഫോം, അതായത് STUD സ്റ്റഡി. V1S ആണ് സ്റ്റഡീസ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് V1 V1S നിങ്ങൾ നല്ലപോലെ ഒന്ന് മനസ്സിലാക്കും. പിന്നെ നിങ്ങൾക്ക് എളുപ്പമാണ്. അപ്പം സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? V1S ഉപയോഗിക്കുക. പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ഉപയോഗിക്കുക? V1 ഉപയോഗിക്കുക. വളരെ ഷോർട്ടായിട്ടുള്ള ടിപ്പാണ് പറയുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് ഡു ഡസ് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാനുള്ള ടെക്നിക്കാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. കാരണം ആ ടിപ്പാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാരണം നമ്മൾ ഒരുപാട് ടിപ്സ് ഈ പേജിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനലിൽ പോകുന്നുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എല്ലാ നോട്ടിഫിക്കേഷനും എല്ലാ ആഴ്ചയിലും നമ്മുടെ വീഡിയോസ് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ V1 എന്താ? V1 നിങ്ങൾ ഓർത്തോണം. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ V1S, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ V1. നിങ്ങളെന്താണ് ഓർത്ത് വെക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഇനി പറയാൻ പോകുക ട്രാൻസ്ലേഷൻ. നിങ്ങൾക്ക് തെറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ പഠിക്കാറുണ്ട്, ഐ സ്റ്റഡി. ഹീ ആണെങ്കിലോ നിങ്ങൾ തന്നെ പറയണം ഹീ സ്റ്റഡി എന്ന് പറയുമോ ഇനി മുതൽ. കാരണം ഈ വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾക്കിനി ഡൂൺ ഡസും തെറ്റില്ല. കാരണം അതെനിക്ക് നിർബന്ധമാണ്. കാരണം നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. കാരണം നിങ്ങൾ പിന്നെ ഡൂൺ ഡസും തെറ്റിക്കരുത്. ഹീ സ്റ്റഡീസ്, ഐ സ്റ്റഡിയ, വി സ്റ്റഡിയ, ദേ സ്റ്റഡിയ, പീപ്പിൾ സ്റ്റഡിയ. ബട്ട് ഹീ ആണെങ്കിലോ സ്റ്റഡീസ്, ഷീ സ്റ്റഡീസ്, ഹീ സ്റ്റഡീസ്. ദേ ഇങ്ങോട്ട് പോകരുത്. ദേ വരുമ്പോൾ പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അപ്പോൾ ദേ എന്ത് വരും? സ്റ്റഡിയാണ്. അപ്പം അത് നിങ്ങൾക്ക് രണ്ട് ബോക്സായിട്ട് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇനി മുതൽ നിങ്ങൾ തെറ്റിക്കരുത്. ദേ സ്റ്റഡീസ് എന്ന് എഴുതി വെക്കരുത് സെൻറ്റൻസ്. ആ സെൻറ്റൻസ് തെറ്റായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഓർത്തോണം, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ സ്റ്റഡി, സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സ്റ്റഡീസ്. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പോൾ നിങ്ങൾ എവിടെ V1, കാരണം അതിൻ്റെ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ, കാരണം മിക്കപ്പോഴും പഠിക്കുമ്പോൾ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ തെറ്റുന്നുണ്ട്. അപ്പോൾ സെൻറ്റൻസ് സ്ട്രക്ചർ ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ V1 S ഫോം വരും. കാരണം സ്റ്റഡി V1 ആണെങ്കിൽ S ഫോം സ്റ്റഡീസ് ഉപയോഗിക്കണം. അപ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി മുതൽ ഡൂൺ ഡസും തെറ്റില്ല. ഇപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് പറയുവാണെങ്കിൽ ഇപ്പം ദ പേഷ്യൻ്റ് ടേക്ക് ആണോ ടേക്സ് ആണോ? ദ പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. സോ എന്ത് വരും? ദ പേഷ്യൻ്റ് ടേക്സ് ആണ്. ഐ ടേക്ക് ആണ്. ഷീ ടേക്സ് ആണ്. വി ടേക്ക്. ദ നേഴ്സ് ഗീവ് ആണോ ഗീവ്സ് ആണോ? ദ നേഴ്സ് എന്ന് പറയുമ്പോഴത്തേനത് സിംഗുലർ ആണ്. സോ ദ നേഴ്സ് പർട്ടിക്കുലർ ആയിട്ടുള്ള നേഴ്സ് ആണ്. സോ ദ നേഴ്സ് ഗീവ്സ് ആണ്. ഓർത്തോണം, അത് തെറ്റുന്നുണ്ട്. ഹീ കൺസ്യൂംസ് ആണ്. ഷീ കൺസ്യൂംസ് ആണ്. ഐ കൺസ്യൂമർ, വി കൺസ്യൂമർ, പീപ്പിൾ കൺസ്യൂമർ അല്ലേ? അപ്പം അത് ഓർത്തോണം. അപ്പം സിംഗുലർ പ്ലൂറൽ എന്ന കാറ്റഗറി പ്രകാരം നിങ്ങൾ ഓർത്താൽ മതി. അങ്ങനെ നിങ്ങൾക്ക് ഇപ്പം IELTS ആയാലും OET ആണെങ്കിലും ഇംഗ്ലീഷ് പഠിക്കണം ആഗ്രഹിക്കുന്ന ആർക്കും അത് തെറ്റില്ല. അപ്പോൾ അത് ഏകദേശം പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് കിട്ടിയിട്ടുണ്ട്. കുറേ എക്സാമ്പിൾസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് നെഗറ്റീവിനെ കുറിച്ചാണ്.
ഇപ്പം നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിതിന് പറയാൻ പോകുന്നത് ഡസ് നോട്ട് എന്ന കാറ്റഗറി അല്ലെ ഡസ് നോട്ട് ഡു നോട്ടിനെ കുറിച്ചാണ് ഇനി നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച അതേ ഓർഡറിൽ തന്നെ ഡിഡ് പോസിറ്റീവ്, ഡിഡ് നെഗറ്റീവ്, അതേപോലെ തന്നെ ഡിഡിൻ്റെ ക്വസ്റ്റ്യൻ. അതേപോലെ ഇവിടെയും പറയാൻ പോകുന്നത് ഡു ഡസ് നെഗറ്റീവ് വരുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇത്ര മാത്രം. അതായത് ഐ സ്റ്റഡിയാണ് അല്ലേ, ഷീ സ്റ്റഡീസാ. അപ്പോൾ എസ് വരുമ്പോൾ നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. എസ് ഉണ്ടെങ്കിൽ അതിനകത്തുള്ള ഓക്സിലറി വെർബ് ഡസ്സാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കും. ഒരു ചെറിയ ടിപ്പാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി, നിങ്ങൾക്ക് തെറ്റില്ല. അപ്പോൾ ഇച്ചിരി ക്ലാരിഫിക്കേഷൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സെൻറ്റൻസ് വെക്കാനുണ്ട്, എളുപ്പം പറ്റും. കാരണം ഈ ഒരു ഷോർട്ട് ടിപ്പ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ റൈറ്റിംഗ് അല്ലെങ്കിൽ സ്പീക്ക് ചെയ്യുമ്പോൾ സെൻറ്റൻസ് നിങ്ങൾക്ക് തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും. സെൻറ്റൻസ് എഡിറ്റ് ചെയ്യാൻ നമുക്കൊരു കഴിവ് നേടുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഷീ വരുവാണെങ്കിൽ ഷീ ടേക്സ് ആണെങ്കിൽ ഷീ, അതിൻ്റെ നെഗറ്റീവ് സ്റ്റേറ്റ് വരുമ്പോൾ ആ ടേക്സിൽ നിന്ന് ഡസ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക. ശരിക്കും ഇത്ര ഓർത്താൽ മതി. ടേക്സ് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ഓക്സിലറി വെർബ് ഡസ് പ്ലസ് ടേക്ക് ആണ് ടേക്സ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണം, നോക്കണം. ഡസ് പ്ലസ് ടേക്ക് ആണെന്ത് ടേക്സ്. അതേപോലെ തന്നെ ഡു പ്ലസ് ടേക്ക് ആണെന്ത് ടേക്ക്. അതൊരു ബോക്സിലാക്കി നിങ്ങളങ്ങോട്ട് എഴുതി അങ്ങോട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വെക്കുക. അങ്ങനെയാണ് നിങ്ങൾ എഴുതി അങ്ങോട്ട് വെക്കാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ചിലർ ഈ വീഡിയോ കാണുന്നുണ്ട്, ചിലപ്പോൾ അവർ വീഡിയോ കണ്ടു കഴിഞ്ഞിരിക്കേണ്ട ആ വീഡിയോ നിങ്ങൾ വീണ്ടും വീണ്ടും കാണുക. അപ്പോൾ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുക, അത് പോസ് ചെയ്യുക. അപ്പോൾ നിങ്ങളത് എവിടം വരാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്ത അവിടെ വീണ്ടും തുടങ്ങുക. അങ്ങനെ നിങ്ങൾക്ക് വീഡിയോ പിന്നെ കാണുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പം നിങ്ങൾ ഓർക്കണം, ഡു പ്ലസ് ടേക്ക് ആണ് എന്ത് ടേക്ക്, ഡസ് പ്ലസ് ടേക്ക് ആണ് എന്ത് ടേക്സ്. ഇത് രണ്ടും ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഡു പ്ലസ് സ്റ്റഡി, ഡസ് പ്ലസ് സ്റ്റഡി. ഡു പ്ലസ് വർക്ക് എന്താ വാക്കാണ്, ഡസ് പ്ലസ് വർക്ക് എന്താ വാക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ചാർട്ട് കൊടുക്കുന്നതാണ്. ഡു പ്ലസ് സി ആണ്, ഡു പ്ലസ് സി ആണെങ്കിൽ ഡസ് പ്ലസ് സി ആണെങ്കിൽ എന്തായിരിക്കും സീസ് ആയിരിക്കും. ഓർത്തോണം. ഡു പ്ലസ് സ്മോക്ക് എന്താ സ്മോക്ക്, ഡസ് പ്ലസ് സ്മോക്ക് എന്താ എസ് ആഡ് ചെയ്തോണം. ഡസ് വന്നോ അതുകൊണ്ട് എസ് സ്മോക്സ്. അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി. എന്തുകൊണ്ട് എസ് ഇല്ല, എന്തുകൊണ്ട് സ്മോക്സ് ആയത് എങ്ങനെയാണെന്ന് മനസ്സിലായി. കാരണം അതിനകത്തുള്ള ഓക്സിലറി വെർബ് ഡസ് ആണ്. അത് ആഡ് ചെയ്തപ്പോഴാണ്. ഇത്ര ഓർത്താൽ മതി. അങ്ങനെ ആഡ് ചെയ്ത് മനസ്സിൽ വെക്കാൻ അങ്ങനെ തെറ്റില്ല. അപ്പോൾ അത് ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് സ്മോക്സ് ആകുന്നത് അല്ലേ, പ്ലേസ് ആകുന്നത്, വർക്ക്സ് ആകുന്നതിൻ്റെ കാരണം അതാണ്. ഓക്കെ, ഈ ഡൂവും ഡസ്സുമാണ്. അപ്പോൾ ഓർക്കണം. ഇനി നെഗറ്റീവ് ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി. ഡിഡിൻ്റെ ക്ലാസ് കണ്ടവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇനി അതിനെ സ്പ്ലിറ്റ് ചെയ്താൽ മാത്രം മതി, വളരെ സിമ്പിളാണ്. അപ്പം ഞാൻ പഠിക്കാറുണ്ട്, ഐ സ്റ്റഡി ആണെങ്കിൽ ഞാൻ പഠിക്കാറില്ല ആ സ്റ്റഡിക്കത്തുള്ള ഓക്സിലറി ഏതാ ഡു. അങ്ങനെയാണെങ്കിൽ ആ ഡു പുറത്തെടുക്കുക, നോട്ട് ആഡ് ചെയ്യുക. സോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഐ ഡു നോട്ട് സ്റ്റഡി. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ ആകുവാണെങ്കിൽ വളരെ സിമ്പിൾ, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ പറയണമെങ്കിൽ നീ പഠിക്കാറുണ്ടോ എന്ന കാറ്റഗറി ആണെങ്കിൽ ആ ഡു ആദ്യം കൊണ്ടുവന്നാൽ മതി. സോ ഡു യു സ്റ്റഡി. അപ്പം ഞാൻ പഠിക്കാറുണ്ട്, ഞാൻ പഠിക്കാറില്ല, നീ പഠിക്കാറുണ്ടോ. ഇനി ചിലർ ഇച്ചിരി എംഫസൈസ് ചെയ്ത് ചിലർ പറയാറുണ്ട് ഞാനും പഠിക്കാറുണ്ട് എന്നാണെങ്കിൽ ആ ഡു എടുത്ത് പുറത്തിട്ടാൽ മതി. ഐ സ്റ്റഡി ഞാൻ പഠിക്കാറുണ്ട്, ഇച്ചിരി എംഫസൈസ് ചെയ്ത് ഞാനും പഠിക്കാറുണ്ട് എന്നാണെങ്കിൽ അതെടുത്ത് പുറത്തിട്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ ഐ ഡു സ്റ്റഡി. ഒക്കെ ഒരു ക്ലാരിറ്റി കിട്ടുന്നത് മനസ്സിലായി. അപ്പം ഞാനിപ്പോൾ പറഞ്ഞത് പ്ലൂറലിൻ്റെ കാറ്റഗറിയാണ് പറഞ്ഞത്, ഡു വെച്ചിട്ടുള്ള എക്സാമ്പിളാണ് പറഞ്ഞത്. ഇനി നമ്മൾ ഡസ് വെച്ചിട്ട് പോസിറ്റീവ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാം. അപ്പം നിങ്ങൾ ഓർക്കേണ്ടത് ഷീ ആണെങ്കിൽ ടേക്സ് ഒരിക്കലും ഷീ ടേക്ക് എന്ന് പറയുന്നത് തെറ്റാണ്. ഷീ ടേക്സ് എന്നേ പറയാവും. സോ ഷീ ടേക്സ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ അവൾ എടുക്കാറില്ല മെഡിസിനോ എന്തെങ്കിലും. അത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് ഷീ ടേക്സ് മെഡിസിനാണ്. അവൾ മെഡിസിൻ എടുക്കാറില്ല. ഷീ ഡസ് നോട്ട് ടേക്ക് ആണ്. ഇനി അവൾ എടുക്കാറുണ്ടോ എന്ന് ക്വസ്റ്റൻ ആണെങ്കിൽ ആ ഡസ് ആദ്യം കൊണ്ടുപോകുക. മെഡിസിൻ എടുക്കാറുണ്ടോ എന്നാണെങ്കിൽ ഡസ് ഷീ ടേക്ക് വരുമോ. നിങ്ങൾ ഓർത്തോണം, മിക്ക സ്റ്റുഡൻറ്റ് ഡസ് ഷീ ടേക്സ് എന്നൊക്കെ എഴുതാറുണ്ട്. ഡസ് ഷീ ടേക്ക് ആണ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ഓക്കെ, അപ്പം അവൾ പഠിക്കാറുണ്ട്. ആ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇതേ എക്സാമ്പിൾ തന്നെ കൊടുക്കുന്നുള്ള പറയുകയാണെങ്കിൽ ഷീ സ്റ്റഡീസ് ആണ്. അവൾ പഠിക്കാറില്ല. ഷീ ഡസ് നോട്ട് സ്റ്റഡി ആണ്. ഓർത്തോണം, ഷീ ഡസ് നോട്ട് ശേഷം സ്റ്റഡീസ് എന്ന് എഴുതരുത്. ഷീ വന്നുകൊണ്ട് സ്റ്റഡീസ് പറഞ്ഞ് എന്നാകരുത്. കാരണം ഈ ഡസ് നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു ഷോർട്ട് ടിപ്പ് പോലെ പോവുകയാണെങ്കിൽ ഷീ ഡസ് നോട്ട് സ്റ്റഡിയെ വരുത്തുള്ളത് ഓർത്തോണം. ക്വസ്റ്റ്യൻ ആവണമെങ്കിൽ ഡസ് ആദ്യം കൊണ്ടുവരിക. അവൾ പഠിക്കാറുണ്ടോ, ഡസ് ഷീ സ്റ്റഡി. അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇതേപോലെ കുറേ എക്സാമ്പിൾസ് എടുക്കുകയാണെങ്കിൽ ദേ സ്റ്റഡി, അതിൻ്റെ നെഗറ്റീവ് എന്ത് വരും, ദേ ഡു നോട്ട് സ്റ്റഡി. ഇനി അവർ പഠിക്കാറുണ്ടോ, ഡു ദേ സ്റ്റഡി. ഇപ്പോൾ ഡു വരികയാണെങ്കിൽ ദേ വരുവാണെങ്കിൽ ഡു ഉപയോഗിക്കണം. ഓക്കെ, അപ്പോൾ ഷീ ഡസ് നോട്ട്, ഷീ ഡസ് നോട്ട് ആണ്, ഡസ് ഷീ. ഇനി ഐ ആണെങ്കിലോ ഐ ഡു ആ, ഐ ഡു നോട്ടാ, ഡു ഐ ആണ്. ഞാൻ പഠിക്കാറുണ്ട് എന്ന കാറ്റഗറി ഡു ഐ ആ. ഇനി അവൾ വർക്ക് ചെയ്യാറുണ്ട്, ഷീ വർക്കാണോ വർക്സാണോ പറഞ്ഞു. നിങ്ങൾ ഇനി പറയും ഷീ വർക്സ്, വർക്ക് എന്ന് പറയുമോ ഇല്ല, ഷീ സിംഗുലർ ആണ്. സോ എന്ത് പറയും, ഷീ വർക്സ്. അവൾ വർക്ക് ചെയ്യാറില്ല, ഷീ ഡസ് നോട്ട് വർക്ക് ആണ്. ഇനി അവൾ വർക്ക് ചെയ്യാറുണ്ടോ, ഡസ് ഷീ വർക്ക് ആണ്. ഓർക്കണം. ഇനി ഞാനാണെങ്കിലോ ഐ വർക്ക് ആണ്. ഞാൻ വർക്ക് ചെയ്യാറുണ്ട്, ഐ വർക്ക് ആണ്. ഞാൻ വർക്ക് ചെയ്യാറില്ല, ഐ ഡു നോട്ട് വർക്ക് ആണ്. ഞാൻ വർക്ക് ചെയ്യാറുണ്ട് എന്നാണെങ്കിൽ ഡു ഐ വർക്ക് ആണ്.
അപ്പോൾ ഡു എവിടെ വരുന്നു, ഡസ് എവിടെ നിന്ന്, പോസിറ്റീവ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ WH ക്വസ്റ്റ്യൻ നമുക്കറിയാം. WH അതുപോലെ തന്നെ, നീ എപ്പോഴൊക്കെയാണ് പഠിക്കാറുള്ളത്, വെൻ ഡു യു സ്റ്റഡി. അവിടെ വെൻ ഇട്ട് കൊടുത്താൽ മതി. നീ പഠിക്കാറുണ്ട്, ഡു യു സ്റ്റഡി ആണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഫ്രണ്ടിലോട്ട് വെൻ ഡു യു സ്റ്റഡി എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം WH ക്വസ്റ്റ്യൻസ് നമ്മൾ അത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഈ ഡു യു സ്റ്റഡി അതിന് മുന്നോട്ട് WH ക്വസ്റ്റ്യൻസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് പ്രകാരം എപ്പോഴാണ്, എങ്ങനെയാണ്, എന്തിനാണ് എന്നൊക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ പറ്റും. സോ ഇതൊരു പാറ്റേൺ ആണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. സോ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് പുകവലിക്കാറുണ്ട്, അല്ലെങ്കിൽ പേഷ്യൻ്റ് പുകവലിക്കാറുണ്ട് എന്ന കാറ്റഗറി ആണെങ്കിൽ ദ പേഷ്യൻ്റ് സ്മോക്ക് ആണ്, സ്മോക്സ് ആണ്, ദ പേഷ്യൻ്റ് സ്മോക്സ് ആണ്, കാരണം നമ്മൾ ഉദ്ദേശിച്ച പേഷ്യൻ്റ് ആണ്. ദ പേഷ്യൻ്റ് സ്മോക്സ് ആണ്. പേഷ്യൻ്റ് പുകവലിക്കാറില്ല, ദ പേഷ്യൻ്റ് ഓർത്തോണം, തെറ്റല്ല. പേഷ്യൻ്റ് ഡു നോട്ട് അല്ല, പലപ്പോഴും തെറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. ദ പേഷ്യൻ്റ് ഡസ് നോട്ട് സ്മോക്ക്. ഇനി പേഷ്യൻ്റ് പുകവലിക്കാറുണ്ടോ എന്നാണെങ്കിൽ ഡസ് ഷീ അല്ലെങ്കിൽ ഡസ് ദ പേഷ്യൻ്റ് സ്മോക്ക്. ഇനിയിപ്പോൾ ഞാൻ പുകവലിക്കാറുണ്ട്, ഐ സ്മോക്ക്. ഞാൻ പുകവലിക്കാറില്ല, ഐ ഡസ് നോട്ട് ആണോ, ഡു നോട്ട് ആണോ, ഐ ഡു നോട്ട് സ്മോക്ക് ആണ്. ഞാൻ പുകവലിക്കാറുണ്ടോ, ഡു ഐ, അല്ലെങ്കിൽ അവർ പുകവലിക്കാറുണ്ടോ, ഡു ദേ. ഓക്കെ, ഇനി അവനാണെങ്കിൽ ഹി സ്മോക്സ്, അവൻ വലിക്കാറില്ല, ഹി ഡസ് നോട്ട് സ്മോക്ക്. അവൻ പുകവലിക്കാറുണ്ടോ, ഡസ് ഹി ആണ് ക്വസ്റ്റ്യൻ, ഓർത്തോണം, ഡസ് ഹി സ്മോക്ക് ആണ്. ഇതാണ് നിങ്ങൾക്ക് ഏകദേശം പോസിറ്റീവ് നെഗറ്റീവ് വരും. അതുപോലെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ വെൻ ഡസ് വരും. ഓക്കെ, വെൻ ഡസ് സിംഗുലർ ആണെങ്കിൽ, പ്ലൂറൽ ആണെങ്കിൽ വെൻ ഡു വരും. അതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പം ഒരു സിമ്പിളായിട്ട് കുറേ എക്സാമ്പിൾസ് പറയാം, ഒരു സ്ട്രക്ചറോട് ഞാൻ പറയാം, എൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നത്, എനിക്ക് പഠിപ്പിക്കാൻ അറിയാം, എങ്ങനെ പറയും, ഐ നോ ഹൗ ടു ടീച്ച് ആണ്. ആ സ്ട്രക്ചർ ഓർത്തോണം, ഐ നോ ഹൗ ടു ടീച്ച്. എനിക്ക് പഠിപ്പിക്കാൻ അറിയില്ല, ഐ ഡസിൻ്റ് ആണോ, ഐ ഡു നോട്ട് ആണോ, ഐ ഡോണ്ട് നോ ഹൗ ടു ടീച്ച്. നിനക്ക് പഠിപ്പിക്കാൻ അറിയാമോ, ഡു യു നോ ഹൗ ടു ടീച്ച്. ഇനി അവളുടെ ഒരു സിംഗുലർ കാറ്റഗറി ആണെങ്കിൽ ഷീ നോസ് ആണ്, അവൾക്ക് പഠിപ്പിക്കാൻ അറിയാം, ഷീ നോസ് ഹൗ ടു ടീച്ച് ആണ്. അവൾക്ക് പഠിപ്പിക്കാൻ അറിയില്ല, ഷീ ഡോണ്ട് അല്ല, ഷീ ഡസ് നോട്ട് നോ ഹൗ ടു ടീച്ച്. അല്ലെങ്കിൽ ഇതിൻ്റെ ഷോർട്ട് ഫോം ചിലപ്പോൾ പറയും ഡസിൻ്റ് എന്ന് പറയും, ഡസ് നോട്ട് എന്ന് പറയുന്നുണ്ട്, ഡസിൻ്റ് എന്ന് പറയുന്നുണ്ട്. ശരിക്കും നിങ്ങൾ അക്കാഡമിക് നിങ്ങൾ റൈറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും DOES അപ്പോസ്ട്രോഫി എൻ ഡസിൻറ്റ് എന്ന് എഴുതരുത്. നമ്മൾ അക്കാഡമിക് എന്ന് പറയുന്നത് DOES നോട്ട് എന്ന് തന്നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. അത് പലപ്പോഴും കാരണം ഡോണ്ട് എന്ന് എഴുതുമ്പോൾ നമ്മൾ നോർമലി ഡോണ്ട് എന്ന് DON അപ്പോസ്ട്രോഫി ചെയ്യുന്നിട്ടും ഡോണ്ട് എന്ന് എഴുതും. അത് നിങ്ങൾ ഓർത്തോണം. നമ്മൾ അക്കാഡമിക് ആയിട്ട് എഴുതുമ്പോൾ അക്കാഡമിക് എന്ന് പറയുന്നത് DONOT രണ്ടായിട്ട് തന്നെ അടിക്കണം. നമ്മൾ കൺട്രാക്ഷൻ പാടില്ല എന്നവർ പറയുന്നത്. സോ ഡു നോട്ടും ഡസ് നോട്ടും അങ്ങനെ തന്നെ അക്കാഡമിക് റൈറ്റ് ചെയ്യുന്ന ഒരു കമ്പൽസറി അങ്ങനെ തന്നെ എഴുതണം. അത് ഓർത്തോണം. അതാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശ ഐഡിയ പോസിറ്റീവും നെഗറ്റീവും ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടാണ് വിചാരിക്കുന്നത്. അപ്പം ഡൂവും ഡസും ഡിഡിനും തമ്മിൽ ഡൂവും ഡസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഡിഡുമായിട്ടുള്ള ഡൂവും ഡസും ഡിഡും നമ്മളുള്ള കമ്പാരിസൺ അടുത്ത ക്ലാസ്സിൽ പറയും. അപ്പോൾ ഈ ഡിഡ് ഇതിൻ്റെ കമ്പാരിസനെ കുറിച്ച് ക്ലിയർ ആകാത്തൊരു ദൈവീത ഡിഡിൻ്റെ ക്ലാസ്, ഇതിന് മുമ്പ് ഞാൻ ഇട്ടിരുന്ന ഡിഡിൻ്റെ ക്ലാസ് നിങ്ങൾ കാണണം. കാരണം ആ ഡിഡിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ആ ഡിഡിൻ്റെ ക്ലാസ് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ആ ഒരു മനസ്സിലാവും. കാരണം ഡിഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. അതേ ഇതുപോലെ തന്നെ ഇതും നിങ്ങൾ കണ്ടുവരുന്നത് ഈ ഡിഫറൻസിന് അടുത്ത ക്ലാസ്സിൽ പറയും. അപ്പം ഇത് രണ്ടും കണ്ടിട്ടുള്ളവർക്ക് ആ ഒരു ക്ലാരിഫിക്കേഷൻ ഈ വീഡിയോ കണ്ടു കഴിയുമ്പം ക്ലിയർ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഇതിനകത്ത് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ചിലത് സിൻടാക്സ് എന്ന് പറഞ്ഞിട്ട് ഈ ടെൻസിലാണ് ഏറ്റവും കൂടുതൽ സിൻടാക്സ് എറേഴ്സ് ഉണ്ടാകുന്നത്. കാരണം റൈറ്റിങ്ങിന് ശ്രദ്ധിച്ചാൽ മതി. കാരണം വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വൺ ഓഫ് മൈ ഫ്രണ്ട്സ് എന്ന് കാണുമ്പോൾ നമ്മളത് പ്ലൂറലായിട്ട് കാണും. സോ അപ്പം നമ്മൾ മിക്കവരും വൺ ഓഫ് മൈ ഫ്രണ്ട്സ് വർക്ക് അല്ലെങ്കിൽ എന്നെഴുതും. വർക്കാണോ വർക്ക്സ് എന്ന കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഫ്രണ്ട്സ് വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഫ്രണ്ട്സ് അങ്ങ് സബ്ജക്റ്റ് ആകും. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് അങ്ങ് നമ്മൾ സബ്ജക്റ്റ് ആകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് ഫ്രണ്ട്സ് കാണുമ്പോഴത്തേനും നമ്മൾ പ്ലൂറലാണെന്ന് ചിന്തിക്കും. സോ അതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യും, വർക്കാണോ വർക്ക്സ് ആണ്, നമ്മൾ വർക്ക് എന്ന് എഴുതും. സോ തെറ്റാണ്. സോ ഇവിടെ സബ്ജക്റ്റ് വൺ എൻ്റെ ഫ്രണ്ട്സിൽ ഒരാളെന്നാണ് മീനിങ് വരുന്നത്. സോ ഇവിടെ വരുന്നത് എന്തായിരിക്കും, സിംഗുലർ സബ്ജക്റ്റ് ആയിരുന്നു മൊത്തത്തിൽ. അപ്പോൾ എന്ത് വരും, വർക്ക്സ് വരും. അതുപോലെ മെനി എ പേഴ്സൺ, കാരണം മിക്കപ്പോഴും പല സ്റ്റുഡൻസിനുള്ള ഡൗട്ടാണ് മെനി എ പേഴ്സൺ എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ തന്നെ മീനിങ്. ബട്ട് മെനി എ പേഴ്സൺ എന്ന് വരുമ്പോൾ അത് സിംഗുലറാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ എന്നാണ് മലയാളം മീനിങ്, ബട്ട് അവർ പറയുന്നത് സിംഗുലറാണ്. അപ്പം ഇങ്ങനെ കുറച്ച് കൺഫ്യൂഷൻസ് ആണ് നമുക്ക് ക്ലിയർ ചെയ്യാനുള്ളത്. സോ മെനി എ പേഴ്സൺ ഹാസ് ആണോ ഹാവ് ആണോ, നമ്മളത് ഓർത്ത് വെക്കണം. അല്ലെങ്കിൽ മെനി എ പേഴ്സൺ സ്പീക്ക് ആണോ സ്പീക്സ് ആണോ, മെനി എ പേഴ്സൺ സ്പീക്സ് ആണ്. മെനി പീപ്പിൾ സ്പീക്കാണ്, അത് ഓർത്തോണം. കാരണം മെനി പീപ്പിൾ പ്ലൂറലാണ്, മെനി എ പേഴ്സൺ സിംഗുലറാണ്. അപ്പോൾ അതേപോലെ കുറേ സബ്ജക്ട്സ് വരുന്നുണ്ട്. അത് സിംഗുലർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ സിംഗുലർ പ്ലൂറലിൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ മനസ്സിലാക്കിയാൽ മതി. സബ്ജക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. അങ്ങനെ കുറച്ച് ഞാൻ കുറേ എക്സാമ്പിൾസ് ഒക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. കാരണം ഈ ഡൂൺ ഡെസ്സോട് ബന്ധപ്പെട്ട് കുറേ മിസ്റ്റേക്സ് ഉണ്ട്. അങ്ങനെ കുറേ സബ്ജക്ട്സ് ഞാൻ അടുത്ത വീഡിയോയിൽ പോകും. കാരണം ഈ ക്ലാസ് ഈ ഡൂൺ ഡെസ്സിനെ കുറിച്ചുള്ള ഒരു നോളജാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഡൂൺ ഡെസ്സിനെ കുറിച്ചൊരു ബേസിക് കിട്ടിയിട്ടുണ്ട്. അപ്പം അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡൂൺ ഡെസ്സിനെ കുറച്ച് എക്സ്പ്ലനേഷൻ ഞാൻ തരാം. കുറേ എക്സാമ്പിൾസ് കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആക്കാം. അപ്പം ഡൂൺ ഡെസ് ഒന്ന് ക്ലിയർ ആകുമ്പോൾ നമ്മുടെ പകുതി ഇംഗ്ലീഷ് നാമറിൻ്റെ കുറേ ആശ്വാസമാകും. കാരണം ഡിഡ് ഡു ഡെസ് ആണ് നമ്മൾ
അറിഞ്ഞിരിക്കേണ്ടത് ഗ്രാമർ. എങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനും കുറേ കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾ എഴുതുമ്പോൾ ഇനി ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കുറേ ചേഞ്ച് നിങ്ങളുടെ ലൈഫിലുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ളവരുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുവഴി കുറേ ടിപ്സ് നിങ്ങൾക്ക് ഒരുപാട് ടിപ്സ് നിങ്ങൾ എത്തുന്നതാണ്. അതുപോലെ തന്നെ ഓൺലൈൻ ട്രെയിനിങ് വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു. കാരണം ഒരുപാട് സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുന്നു, സന്തോഷം. കാരണം അവർക്ക് ഒരുപാട് ചേഞ്ചസ് ഒക്കെ അവർക്ക് ക്ലാസ്സിൽ നിന്ന് ഒരു ഫീഡ്ബാക്ക് തരുന്നുണ്ട്. ഐ എം സോ ഹാപ്പി അബൌട്ട് ദാറ്റ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോസ് നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾ ജോയിൻ OET IELTS'ോട് ബന്ധപ്പെട്ട് നമ്മുടെ ട്രെയിനിങ് വളരെ എഫക്റ്റീവായിട്ട് പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കോഴ്സ് എടുക്കേണ്ടവരും ഉണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ വിളിക്കുക. കാരണം നമ്മുടെ അക്കാഡമി വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്. സോ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ അതുപോലെ നിങ്ങൾ ഈ പേജ് ശ്രദ്ധിക്കുക. ഈ ഫേസ്ബുക്കിൻ്റെ പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഫോളോ ചെയ്യുക. എങ്കിൽ മാത്രം നിങ്ങൾക്ക് വീക്ക്ലി ടിപ്സ് നിങ്ങൾക്ക് വരുന്നതാണ്. കാരണം ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷേ അവർ പേജ് ഫോളോ ചെയ്യുന്നില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്ന് കണ്ടു. അപ്പോൾ ദയവ് നിങ്ങൾ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.